ഭാരതത്തിന്റെ ഊർജ ഭൂപടത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര നിമിഷത്തിനാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ ആണവ സാങ്കേതിക വിദ്യയുടെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢമായ നേതൃത്വവും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ 2 പതിറ്റാണ്ടിലധികം നീണ്ട കഠിനാധ്വാനവുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെ ഊർജം. വിദേശ രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ കൈമാറാൻ വിമുഖത കാണിച്ച കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ ഭാരതം പഠിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. എന്താണ് ഈ നിർണായക ഘട്ടം അഥവാ ക്രിട്ടിക്കാലിറ്റി എന്ന് ലളിതമായി പറഞ്ഞാൽ, ഒരു ആണവ റിയാക്ടറിനുള്ളിൽ സ്വയം നിലനിൽക്കാൻ ശേഷിയുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടമാണിത്. അതായത് പുറത്തു നിന്നുള്ള സഹായമില്ലാതെ തന്നെ റിയാക്ടറിനുള്ളിലെ ഇന്ധനം വിഘടിക്കുകയും ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് റൺവേയിലൂടെ കുതിച്ചുയരാൻ തയ്യാറെടുക്കുന്ന അവസ്ഥയോട് ഇതിനെ ഉപമിക്കാം. വൈദ്യുതി പ്രവാഹം പൂർണ്ണമായി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ സാങ്കേതിക തടസ്സം ഇതോടെ നമ്മുടെ ശാസ്ത്രജ്ഞർ മറികടക്കുകയാണ്. ഭാവിയിൽ 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ നിലയം രാജ്യത്തിന്റെ പവർ ഗ്രിഡിലേക്ക് വൻതോതിൽ ഊർജം എത്തിക്കാൻ പ്രാപ്തമാണ്. കൽപ്പാക്കത്തെ ഈ റിയാക്ടർ കേവലം ഒരു വൈദ്യുതി നിലയമല്ല, മറിച്ച് ഒരു ബ്രീഡർ റിയാക്ടർ ആണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ റിയാക്ടറുകൾ ഇന്ധനം ഉപയോഗിച്ച് തീർക്കുമ്പോൾ ഈ റിയാക്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം പ്രവർത്തനത്തിനിടയിൽ പുതിയതായി ഉൽപ്പാദിപ്പിക്കുന്നു. ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം ഭാവിയിലേക്കുള്ള ഇന്ധനം കരുതി വെക്കുകയും ചെയ്യുന്ന ഈ മാന്ത്രിക വിദ്യ ഇന്ത്യയെ ഊർജ കാര്യത്തിൽ ആരെയും ആശ്രയിക്കാത്ത നിലയിലേക്ക് മാറ്റും. ലോകത്ത് റഷ്യക്ക് ശേഷം ഈ സാങ്കേതിക വിദ്യ ഇത്രയും വലിയ അളവിൽ വിജയിപ്പിച്ച ഒരേ ഒരു രാജ്യം ഭാരതമെന്നാണ് അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം ഇത്രയേറെ പ്രസക്തമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ യുറേനിയത്തിന്റെ ശേഖരം പരിമിതമാണെങ്കിലും തോറിയത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശേഖരം ഭാരതത്തിലാണുള്ളത്. ഈ തോറിയം ഉപയോഗിച്ച് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിലേക്കുള്ള പാലമായാണ് കൽപ്പാക്കത്തെ റിയാക്ടർ പ്രവർത്തിക്കുന്നത്. പ്ലൂട്ടോണിയത്തിൽ നിന്ന് തോറിയത്തിലേക്ക് മാറാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഈ റിയാക്ടർ നൽകുന്ന സംഭാവന വിലമതിക്കാനാവാത്തതാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമാണ് കൽപ്പാക്കം റിയാക്ടർ എന്നത് ഓരോ ഭാരതീയരും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ലോകത്തിലെ വൻ ശക്തികൾ പോലും പരീക്ഷിച്ച് പരാജയപ്പെട്ടിടത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് കരുത്തു പകർന്നുകൊണ്ട് ഇതിവിടെ വിജയിച്ചു കാണിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയുടെ വീടുകളിലും വ്യവസായശാലകളിലും തടസ്സമില്ലാതെ വെളിച്ചമെത്തിക്കാൻ ഈ നേട്ടം സഹായിക്കും. ആഗോള താപനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കൽക്കരിയുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഊർജം കണ്ടെത്താനും ഈ പദ്ധതി വഴിത്തിരിവാകും. വരും തലമുറകൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ ഊർജം ഉറപ്പാക്കുന്ന ഈ ആണവ വിപ്ലവം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൽപ്പാക്കം റിയാക്ടർ നിർണായക ഘട്ടത്തിലെത്തിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സാങ്കേതിക നേട്ടമല്ല, മറിച്ച് ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. ഊർജ സുരക്ഷയിൽ രാജ്യം കൈവരിക്കുന്ന ഈ സ്വാശ്രയത്വം വരും തലമുറകൾക്ക് വലിയ മുതൽക്കൂട്ടാകും. സോഷ്യൽ മീഡിയയിലും ശാസ്ത്ര ലോകത്തും വലിയ ആഘോഷമാണ് ഈ നേട്ടത്തെ തുടർന്ന് നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പോലും ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടത്തെ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. വികസിത രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കാൻ മടിച്ച കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം നിലയിൽ ലോകോത്തര നിലവാരത്തിലുള്ള റിയാക്ടർ നിർമ്മിക്കുന്ന നിലയിലേക്ക് ഇന്ന് ഇന്ത്യ വളർന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുന്നത് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വേഗത കൂട്ടും. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് 500 മെഗാവാട്ട് ശേഷിയുള്ള ഈ റിയാക്ടർ പ്രവർത്തന സജ്ജമാകുന്നത്. ഇത് കമ്മീഷൻ ചെയ്യുന്നതോടെ ഇത് ഇന്ത്യയുടെ ക്ലീൻ എനർജി ലക്ഷ്യങ്ങൾക്ക് വലിയ കരുത്താവും. കൽക്കരി പോലുള്ള പരിസ്ഥിതിക്ക് ദോഷകരമായ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഗോള താപനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാനും ഇന്ത്യയെ ഇത് സഹായിക്കും. സുരക്ഷിതവും സുസ്ഥിരവുമായ ഊർജ സ്രോതസ് എന്ന നിലയിൽ ആണവോർജം ഇന്ത്യയുടെ ഭാവി വികസനത്തിന് അവിഭാജ്യ ഘടകമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമാണ് കൽപ്പാക്കം റിയാക്ടർ എന്നത് ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്.
ലോകത്തിലെ വൻ ശക്തികൾ പോലും പരീക്ഷിച്ച് പരാജയപ്പെട്ടിടത്താണ് ഇന്ത്യ ഇത് വിജയിച്ച് കാണിച്ചിരിക്കുന്നത്. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതിക വിദ്യ ഇത്രയും വലിയ അളവിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ന്യൂക്ലിയർ ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സങ്കീർണമായ ആണവ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ തദ്ദേശീയ വൈദഗ്ധ്യം എത്രത്തോളം വളർന്നുവെന്നതിന്റെ തെളിവാണിത്. ലോകത്തിന് മുന്നിൽ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഈ പദ്ധതി നിലകൊള്ളും. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ നേട്ടം ഇത്രയേറെ പ്രസക്തമാകുന്നത്? ഇന്ത്യയിൽ യുറേനിയത്തിന്റെ ശേഖരം പരിമിതമാണ്. എന്നാൽ തോറിയത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശേഖരം നമ്മുടെ പക്കലുണ്ട്. മൂന്നാം ഘട്ടത്തിൽ തോറിയം ഉപയോഗിച്ച് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിലേക്കുള്ള പാലമായാണ് കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തിക്കുന്നത്. പ്ലൂട്ടോണിയത്തിൽ നിന്ന് തോറിയത്തിലേക്ക് മാറാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഈ റിയാക്ടർ നൽകുന്ന സംഭാവന വിലമതിക്കാനാവാത്തതാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയുടെ വീടുകളിലും വ്യവസായശാലകളിലും വെളിച്ചമെത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഉപേക്ഷിക്കുകയോ ചെയ്തതാണ്. എന്നാൽ ആധുനിക സൗകര്യങ്ങൾ കുറവായിരുന്നിട്ടും വിദേശ സഹായമില്ലാതെ തന്നെ ഇന്ത്യ ഇത് വിജയിപ്പിച്ചു എന്നത് ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് ലോകത്തിന് പാഠപുസ്തകമായി മാറുകയാണ്. ഈ റിയാക്ടറിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ്. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് സ്വയം പ്രവർത്തനം നിർത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ആണവ നിലയങ്ങളിൽ ഒന്നാണ്. കൽപ്പാക്കത്തെ ഈ കുതിപ്പ് കേവലം വൈദ്യുതിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ ആത്മവിശ്വാസം വിളിച്ചോതുന്ന ഒന്നാണ്. തടസ്സങ്ങൾ കണ്ട് പിന്നോട്ടു പോകാതെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇന്ന് ലോകം നമിക്കുകയാണ്. ഭാരതത്തിന്റെ ആണവ വിപ്ലവം ഇവിടെ തുടങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം വെറും വാക്കുകളല്ല എന്ന് കൽപ്പാക്കം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ ആരെയും ആശ്രയിക്കരുതെന്ന അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടാണ് ഇവിടെ കാണുന്നത്. ലോകത്തിലെ വൻ ശക്തികൾ പോലും പരീക്ഷിച്ച് പരാജയപ്പെട്ടിടത്താണ് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ നമ്മുടെ ഇന്ത്യ ഇവിടെ വിജയിച്ച് കാണിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് ശേഷം ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമെന്ന പദവിയിലേക്ക് ഭാരതത്തെ ഉയർത്തിയത് മോദി ഭരണകൂടം നൽകിയ രാഷ്ട്രീയ പിന്തുണയും കൃത്യമായ ഫണ്ടിങ്ങുമാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു പുതിയ പാഠപുസ്തകമായി മാറുകയാണ്. കൽപ്പാക്കത്ത് നാം കണ്ടത് വെറും ഒരു സാങ്കേതിക മുന്നേറ്റമല്ല, മറിച്ച് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ്. വികസിത രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ കൊട്ടിയടച്ചപ്പോൾ സ്വന്തം മണ്ണിലെ വിഭവങ്ങളും സ്വന്തം ശാസ്ത്രജ്ഞരുടെ ബുദ്ധിയും ഉപയോഗിച്ച നാം ആ വാതിലുകൾ തുറന്നു. വരും ദശകങ്ങളിൽ ലോകം ഊർജ പ്രതിസന്ധി നേരിടുമ്പോൾ ഭാരതം വെളിച്ചത്തിന്റെ തുരുത്തായി നിലനിൽക്കും എന്നതിന്റെ ഉറപ്പാണ് ഈ നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഓരോ സാധാരണക്കാരുടെയും ജീവിതത്തിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. കുറഞ്ഞ ചിലവിൽ തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുന്നതോടെ നമ്മുടെ വ്യവസായങ്ങൾ വളരും, കൃഷി അഭിവൃദ്ധിപ്പെടും, ഓരോ വീട്ടിലും വെളിച്ചമെത്തും. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസനം സാധ്യമാക്കാമെന്ന് ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വരും തലമുറയ്ക്ക് മലിനീകരണമില്ലാത്ത സുരക്ഷിതമായ ഒരു നാട് സമ്മാനിക്കാൻ ഈ ആണവ വിപ്ലവം വലിയൊരു അടിത്തറയാകും. കൽപ്പാക്കം ഒരു തുടക്കം മാത്രമാണ്. ഊർജ സ്വയം പര്യാപ്തതയിലൂടെ സാമ്പത്തിക മഹാശക്തിയായി മാറാനുള്ള ഭാരതത്തിന്റെ പ്രയാണത്തിന് ഈ വിജയം വലിയൊരു ഇന്ധനമാകും. ലോകത്തിന്റെ നെറുകയിൽ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന കാലം വിദൂരമല്ല. ഓരോ ഭാരതീയരും അഭിമാനത്തോടെ പറയാം, ഇത് പുതിയ ഇന്ത്യയാണ്. ആത്മവിശ്വാസമുള്ള, ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള നവഭാരതം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.